നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ വിവിധ തൊഴിലുകളിൽ സ്വദേശിവത്കരണം പ്രാബല്യത്തിൽ വന്നതായി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. ഇതിനായി മുൻകൂട്ടി നിശ്ചയിച്ച സമയപരിധി ഞായറാഴ്ച അവസാനിച്ചു. അന്നു മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വന്നതായും ബന്ധപ്പെട്ട വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് നടപ്പാക്കുന്നതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കൂടുതൽ സൗദി പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നത് ലക്ഷ്യമിട്ടാണ് ഈ നടപടി. സെയിൽസുമായി ബന്ധപ്പെട്ട തസ്തികകളിൽ സ്വദേശിവത്കരണം 15% വർദ്ധിപ്പിക്കുന്നതാണ് പുതിയ നടപടി. ഈ സെയിൽസ് മേഖലയിൽ ഒരുപാട് പ്രവാസികൾ ജോലി ചെയ്യുന്നുണ്ട്. സെയിൽസ് മാനേജർ, റീറ്റെയിൽ സെയിൽസ് മാനേജർ, സെയിൽസ് സ്പെഷ്യലിസ്റ്റ്, ഹോൾസെയിൽ സെയിൽസ് മാനേജർ, IT ഉപകരണങ്ങളുടെ സെയിൽസ് സ്പെഷ്യലിസ്റ്റ്, അതുപോലെ സെയിൽസ് റെപ്രസെന്റേറ്റീവ് എന്നീ തൊഴിലുകളാണ് സ്വദേശിവത്കരണത്തിൽ ഉൾപ്പെടുന്നത്. സെയിൽസ് മേഖലയിൽ 5 അതിലധികമോ ജീവനക്കാരുള്ള മുഴുവൻ സ്ഥാപനങ്ങൾക്കും തീരുമാനം ബാധകമാകും. പ്രൊക്യൂർമെന്റ് തസ്തികകളിൽ 50% സ്വദേശിവത്കരണം. പർച്ചേസിംഗ് മാനേജർ, പർച്ചേസിംഗ് റെപ്രസെന്റേറ്റീവ്, അതുപോലെ കോൺട്രാക്ട് മാനേജർ, ടെൻഡർ സ്പെഷ്യലിസ്റ്റ്, പർച്ചേസിംഗ് സ്പെഷ്യലിസ്റ്റ് എന്നീ പ്രധാന ജോലികൾ സ്വദേശിവത്കരണത്തിൽ ഉൾപ്പെടും. 3 അതിലധികമോ ജീവനക്കാർ പ്രൊക്യൂർമെന്റ് തൊഴിലുകളിൽ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കാണ് തീരുമാനം ബാധകമാകുക. പ്രോജക്ട് മാനേജ്മെന്റ് തൊഴിലുകൾ ആദ്യഘട്ടം എന്ന നിലയിൽ 35% സ്വദേശിവത്കരിക്കുന്നത്. പ്രോജക്ട് മാനേജ്മെന്റ് മാനേജർ, അതുപോലെ പ്രോജക്ട് മാനേജ്മെന്റ് സ്പെഷ്യലിസ്റ്റ്, പ്രോജക്ട് മാനേജർ, പ്രോജക്ട് മാനേജ്മെന്റ് ഓഫീസ് സ്പെഷ്യലിസ്റ്റ്, കമ്മ്യൂണിക്കേഷൻസ് പ്രോജക്ട് മാനേജർ, അതുപോലെ ബിസിനസ് സർവീസ് പ്രോജക്ട് മാനേജർ എന്നീ പ്രധാന തൊഴിലുകളാണ് സ്വദേശിവത്കരിക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ ഇത് 40% ഉയർത്തും. പ്രോജക്ട് മാനേജ്മെന്റ് വിഭാഗത്തിൽ 3 അതിലധികമോ ജീവനക്കാരുള്ള മുഴുവൻ സ്ഥാപനങ്ങൾക്കുമാണ് തീരുമാനം ബാധകമാകുന്നത്. 1ാം ഘട്ട സ്വദേശിവത്കരണം വൻ വിജയമായ സൗദിയിൽ 2ാം ഘട്ട സ്വദേശിവത്കരണം അടുത്ത വർഷം നടപ്പാക്കുന്നുണ്ട്. 2ാം ഘട്ട സ്വദേശിവത്കരണത്തിൽ 6 സുപ്രധാന മേഖലകളാണ് ഉൾപ്പെടുകയെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. സ്വകാര്യ മേഖലയിൽ 1,72,000 സ്വദേശികൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് അടുത്ത വർഷം സൗദിവത്കരണം നടപ്പാക്കുമെന്ന് മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് അൽ രാജ്ഹി വെളിപ്പെടുത്തിയിരുന്നു. സ്വകാര്യ മേഖലയിൽ സ്വദേശികളുടെ എണ്ണം ഇനിയും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് അതിവേഗം അടുത്ത 2ാം ഘട്ട സ്വദേശിവത്കരണത്തിലേക്ക് സൗദി കടക്കുന്നത്. സ്വദേശിവത്കരണം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ആ 6 സുപ്രധാന മേഖലകൾ ഏതൊക്കെയാണെന്ന് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് അൽ രാജ്ഹി ഇക്കാര്യം അറിയിച്ചത് സ്വദേശിവത്കരണം ശക്തമാക്കിയതോടെ സ്വകാര്യ മേഖലയിൽ സൗദി ജീവനക്കാരുടെ എണ്ണം 17 ലക്ഷത്തിൽ നിന്ന് 23 ലക്ഷമായി ഉയർന്നിട്ടുണ്ട്. നോൺ പ്രോഫിറ്റ് സെക്ടർ സംഘടനകളുടെ എണ്ണം 30% വർദ്ധിപ്പിച്ച് 5000 ഉയർത്താനും സഹകരണ സൊസൈറ്റികളുടെ എണ്ണം 467 ഉയർത്താനും ലക്ഷ്യമിടുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.